നമസ്കാരം. 12 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശ നടത്തത്തിനൊരുങ്ങി സുനിത വില്യംസ്. 2 തവണകളായാണ് ബഹിരാകാശത്ത് നടക്കുക. ആദ്യത്തേത് 16-നും രണ്ടാമത്തേത് 23-നുമാണ്. ബഹിരാകാശ യാത്രികനായ നിക് ഹേഗുമൊത്താണ് 2025-ലെ ആദ്യ ബഹിരാകാശ നടത്തത്തിന് സുനിത ഇറങ്ങുന്നത്. 6.5 മണിക്കൂർ എടുത്താകും ഈ നടത്തം പൂർത്തിയാക്കുക എന്നും നാസ വ്യക്തമാക്കി. റെഡ് ഗൈറോ അസംബ്ലി മാറ്റിസ്ഥാപിക്കുന്നതിനും ന്യൂട്രോൺ സ്റ്റാർ എക്സ്റേ ടെലസ്കോപ്പ് സർവീസ് ചെയ്യുകയുമാണ് പ്രധാന ജോലികൾ. ഇതിനു പുറമെ ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ പുതുക്കുന്നതിനായി സജ്ജമാക്കാനും ഇരുവരും ശ്രമിക്കും. ബഹിരാകാശത്തെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരം ഭൂമിയിലേക്കെത്തുന്നതിൽ നിർണായക പങ്കാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്ററിന് ഉള്ളത്. റെഡ് ഗൈറോ അസംബ്ലി മാറ്റിസ്ഥാപിക്കുന്നതിനും ന്യൂട്രോൺ സ്റ്റാർ എക്സ്റേ ടെലസ്കോപ്പ് സർവീസ് ചെയ്യുകയുമാണ് പ്രധാന ജോലികൾ. ഇതിനു പുറമെ ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ പുതുക്കുന്നതിനായി സജ്ജമാക്കാനും ഇരുവരും ശ്രമിക്കും. ബഹിരാകാശത്തെ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരം ഭൂമിയിലേക്കെത്തുന്നതിൽ നിർണായക പങ്കാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്ററിന് ഉള്ളത്. സുനിതയുടെ 8ാമത്തെയും നിക്കിൻ്റെ 4ാമത്തെയും ബഹിരാകാശ നടത്തമാണിത്. ബഹിരാകാശ നിലയത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും കൂടിയാണ് ബഹിരാകാശ യാത്രികരുടെ ഈ നടത്തം. സുനിതയുടെയും നിക്കിൻ്റെയും ബഹിരാകാശ നടത്തം നാസ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്.